ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ, നമ്മുടെ കാലത്ത് പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് വളരണം. പക്ഷെ എങ്ങനെ? സ്വർണം, ഓഹരി വിപണി, അതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭയം തോന്നുന്നില്ലേ? അപ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് എന്ന രക്ഷകൻ വരുന്നത്. ഈ മാജിക് ബോക്സിൽ നിക്ഷേപിച്ചാൽ പണം വളരും, അതും പ്രൊഫഷണലുകളായ ആളുകൾ കൈകാര്യം ചെയ്യും. പക്ഷേ എവിടെ നിന്നാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങേണ്ടത്? ഡയറക്റ്റ് പ്ലാൻ, റെഗുലർ പ്ലാൻ എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താം. മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ ഒരുപാട് വഴികളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. നമുക്ക് ഓരോ രീതിയും എന്താണെന്നും അതിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണമെന്നും ഏത് രീതി നമുക്ക് യോജിച്ചതായിരിക്കുമെന്നും ചർച്ച ചെയ്യാം. 1. AMC അഥവാ ആസറ്റ് മാനേജ്മെന്റ് കമ്പനി വെബ്സൈറ്റുകൾ. ആദ്യം നോക്കാം AMC വെബ്സൈറ്റുകൾ. HDFC മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്, ICICI മ്യൂച്വൽ ഫണ്ട്, ടാറ്റ മ്യൂച്വൽ ഫണ്ട്, ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട് എന്നിങ്ങനെയുള്ള നിരവധി കമ്പനികളുടെ വെബ്സൈറ്റുകളിൽ നിന്ന് നേരിട്ട് ഫണ്ട് വാങ്ങാം. ഇതിന്റെ ഗുണം എന്തെന്നാൽ ഇടനിലക്കാരൻ ഇല്ലാത്തതിനാൽ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. ഇതിനെയാണ് ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ നേരിട്ട് കമ്പനിയുമായി ഇടപാട് നടത്തുന്നതിനാൽ ചെലവുകൾ കുറയും. ഓരോ രൂപയും നമ്മുടെ പോക്കറ്റിൽ നിന്ന് നേരിട്ട് നിക്ഷേപത്തിലേക്ക് പോകും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലൊരു വ്യത്യാസമുണ്ടാക്കും. പക്ഷേ ഇതിന് കുറച്ചു പരിജ്ഞാനം വേണം. ഫണ്ട് തെരഞ്ഞെടുക്കാൻ നമ്മൾ തന്നെ ഗവേഷണം ചെയ്യണം. ഓരോ ഫണ്ടിന്റെയും പ്രകടനം, റിസ്ക്, ചാർജുകൾ എല്ലാം പഠിക്കണം. ഇതിന് സമയവും അല്പം ആഴത്തിലുള്ള അറിവും വേണ്ടിവരും. 2. ബാങ്കുകൾ വഴി. നമ്മൾ പണമിടപാടുകൾ നടത്തുന്ന ഒട്ടുമിക്ക ബാങ്കുകളും തന്നെ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നുണ്ട്. ബ്രാഞ്ചിൽ പോയിട്ടും വാങ്ങാം, ഓൺലൈൻ ബാങ്കിംഗ് വഴിയും വാങ്ങാം. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ പരിചയമുള്ള ബാങ്കിലാണെങ്കിൽ അവിടെ പോയിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി വാങ്ങാം. പക്ഷേ ബാങ്കുകൾ റെഗുലർ പ്ലാനുകൾ മാത്രമേ കൊടുക്കൂ. അപ്പോൾ ചെലവ് കൂടുതലാകും, അതനുസരിച്ച് ലാഭം കുറയും. എന്തായാലും ബാങ്കുകൾക്ക് ഈ വിൽപ്പനയിൽ നിന്ന് കമ്മീഷൻ കിട്ടും. ഈ കമ്മീഷൻ നമ്മുടെ റിട്ടേണിൽ നിന്ന് കുറയ്ക്കും. എന്നാൽ സൗകര്യം ഏറെയാണ്. ബാങ്കിൽ പോകുമ്പോൾ തന്നെ ഫണ്ട് വാങ്ങാം. ഓൺലൈൻ ബാങ്കിംഗ് വഴിയും വളരെ എളുപ്പമാണ്. പക്ഷേ റെഗുലർ പ്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം കുറയുമെന്ന് മനസ്സിലാക്കണം. 3. സ്റ്റോക്ക് ബ്രോക്കർമാർ വഴി. സീറോദ, ഗ്രോ, അപ്സ്റ്റോക്സ് പോലുള്ള കമ്പനികൾ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ സഹായിക്കുന്നത് പോലെ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാനും സഹായിക്കും. ഇതിന്റെ ഗുണം എന്തെന്നാൽ ഒരിടത്ത് വെച്ച് തന്നെ സ്റ്റോക്കും ഫണ്ടും ഒക്കെ കൈകാര്യം ചെയ്യാം. ഈ പ്ലാറ്റ്ഫോമുകൾ വളരെ ഉപയോഗപ്രദമാണ്. ഒരിടത്ത് വെച്ച് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ മുഴുവൻ കാണാം. സ്റ്റോക്കുകളും ഫണ്ടുകളും എല്ലാം ഒരിടത്ത് മാനേജ് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ ചെറിയ ചാർജുകൾ ഉണ്ടാകാം. ഓരോ പ്ലാറ്റ്ഫോമിനും അവരുടേതായ ചാർജിംഗ് രീതി ഉണ്ടാകും. അത് നന്നായി പരിശോധിക്കണം. ഇവിടെ മിക്കപ്പോഴും നിങ്ങൾക്ക് പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും ഡയറക്റ്റ് പ്ലാൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ റെഗുലർ പ്ലാനുകൾക്ക് കൂടുതൽ ചാർജ് ഈടാക്കിയേക്കാം. 4. ഏജന്റുമാർ അല്ലെങ്കിൽ വിതരണക്കാർ വഴി. മ്യൂച്വൽ ഫണ്ട് വിറ്റുകൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. അവർ നമുക്ക് ഫണ്ട് തിരഞ്ഞെടുക്കാൻ സഹായിക്കും. അവർക്ക് ഈ മേഖലയിൽ അനുഭവമുണ്ടാകും. നമ്മുടെ ലക്ഷ്യങ്ങൾ, റിസ്ക് എടുക്കാനുള്ള കഴിവ്, സാമ്പത്തിക സ്ഥിതി എല്ലാം പരിഗണിച്ച് ഏറ്റവും അനുയോജ്യമായ ഫണ്ടുകൾ നിർദ്ദേശിക്കും. പക്ഷേ അവർക്ക് കമ്മീഷൻ കിട്ടുന്നതിനാൽ നമ്മുടെ ലാഭം കുറയും. ഈ കമ്മീഷൻ നമ്മുടെ റിട്ടേണിൽ നിന്ന് കുറയ്ക്കും. അതുകൊണ്ട് ഏജന്റിന്റെ കമ്മീഷൻ എത്രയാണെന്ന് നന്നായി ചോദിച്ച് മനസ്സിലാക്കണം. ഏജന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി മിക്കപ്പോഴും ലഭിക്കുന്നത് റെഗുലർ പ്ലാൻ ആയിരിക്കും. 5. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച്. ഗ്രോ, പേടിഎം മണി, കുവേര പോലുള്ള തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾ വളരെ ഉപയോഗപ്രദമാണ്. ഫോണിൽ തന്നെ എല്ലാം ചെയ്യാം. ഈ ആപ്പുകൾ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഏത് ഫണ്ട് എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെ വളരുന്നു എന്നൊക്കെ ഫോണിൽ തന്നെ കാണാം. ഇവിടെയും ഡയറക്റ്റ് പ്ലാനുകളും റെഗുലർ പ്ലാനുകളും ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഒരുപാട് പ്രചാരത്തിലുണ്ട്. സൗകര്യവും എളുപ്പവുമാണ് എന്നതാണ് ഇതിന് കാരണം. പക്ഷേ ചിലപ്പോൾ പ്രീമിയം സവിശേഷതകൾക്ക് അധികം പണം കൊടുക്കേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന് ഫോണിൽ തന്നെ ഫണ്ട് മാറ്റിയിടാൻ സൗകര്യമുള്ള ഓപ്ഷൻ, പോർട്ട്ഫോളിയോ അനാലിസിസ് പോലുള്ള സവിശേഷതകൾക്ക് ചാർജ് ഈടാക്കിയേക്കാം. 6. ഓഫ്ലൈൻ രീതിയിൽ. AMC ഓഫീസുകളിലും അംഗീകൃത വിതരണക്കാരുടെ ഓഫീസുകളിലും പോയിട്ട് ഫണ്ട് വാങ്ങാം. ഇത് പഴയ രീതിയാണ്. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ സൗകര്യങ്ങൾ വന്നതോടെ ഈ രീതി കുറഞ്ഞു വന്നു. എന്നാൽ നേരിട്ട് പോയിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതി ഉപയോഗിക്കാം. ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പറ്റുന്നത്. ഓരോ രീതിക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. നമ്മുടെ സാഹചര്യം, അറിവ്, എത്രത്തോളം സമയം ചെലവഴിക്കാൻ തയ്യാറാണ് എന്നതെല്ലാം നോക്കി ഏറ്റവും അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കണം. മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് ഒരു നിക്ഷേപമാണ്. ഏത് നിക്ഷേപത്തിലും റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ഫണ്ട് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഫണ്ടിന്റെ മുൻകാല പ്രകടനം, ഫണ്ട് മാനേജർമാരുടെ അനുഭവം, ഫണ്ടിന്റെ ചെലവുകൾ എല്ലാം നന്നായി പഠിക്കണം. ഏറ്റവും പ്രധാനമായി നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഹ്രസ്വകാല ലക്ഷ്യമാണോ, ദീർഘകാല ലക്ഷ്യമാണോ, നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണ്, ഇതെല്ലാം പരിഗണിച്ച് ഫണ്ട് തിരഞ്ഞെടുക്കണം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഒരു ദീർഘകാല നിക്ഷേപമാണ്. ക്ഷമയോടെ കാത്തിരിക്കണം. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ കാരണം ഫണ്ട് വിലയിൽ ഇടിവുണ്ടാകാം. പക്ഷേ
ദീർഘകാലാടിസ്ഥാനത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ നല്ലൊരു റിട്ടേൺ നൽകും. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നന്നായി ഗവേഷണം ചെയ്യുക, റിസ്കുകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് നിക്ഷേപം തുടങ്ങുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.